നമ്മുടെ നാട്ടിൽ ഈയിടെയായി ചെറുപ്പക്കാർ വയലന്റായി പെരുമാറുന്നതും മറ്റുള്ളവരെ ആക്രമിക്കുന്നതുമൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ചിലരൊക്കെ അതിനുള്ള ഒരു കാരണമായി കാണുന്നത് നമ്മുടെ ഇപ്പോഴുള്ള സിനിമകൾ വയലൻസ് വല്ലാതെ കാണിക്കുന്നു, അത് കണ്ടാണ് ചെറുപ്പക്കാർ ഇങ്ങനെ വയലന്റായി പെരുമാറുന്നത് എന്നതാണ്. എന്നാൽ ഇത് സത്യമാണോ? ശരിക്കും സിനിമയിലെ വയലൻസ് ചെറുപ്പക്കാരെ വയലന്റായി മാറ്റുന്നുണ്ടോ, അതോ ഇത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ വഴിതിരിച്ചു വിടുന്നതിന്റെ ഭാഗമായുള്ള ഒരു ട്രിക്കാണോ? നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, ഇന്ന് നമ്മൾ ന്യൂസിൽ കാണുന്ന വയലൻസ് നിറഞ്ഞ സംഭവങ്ങൾ ഇന്നത്തെ ടീനേജേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്ന വാദത്തോട് എന്തായാലും യോജിപ്പില്ല. ഞാൻ +2 പഠിക്കുമ്പോഴും രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ അടിയായി ഒരു ഗ്രൂപ്പ് പുറത്തുള്ള വലിയ ചേട്ടന്മാരെ കൊണ്ടുവന്ന് മറ്റേ ഗ്രൂപ്പിനെ പേടിപ്പിച്ച സംഭവമൊക്കെ നടന്നത് ഓർക്കുന്നു. അതായത് പല സ്കൂളുകളിലും കോളേജുകളിലും കാലങ്ങളായി നടക്കുന്ന സംഭവമാണ് ഇങ്ങനെ ഗ്യാങ് തിരിഞ്ഞുള്ള തല്ലുകൂടൽ. ചിലപ്പോൾ അതിലൊന്നും ആരും മരിച്ചിട്ടുണ്ടാകണമെന്നില്ല, പക്ഷെ സീരിയസ് ആയി പരിക്ക് പറ്റിയവരൊക്കെ ഉണ്ടാകാം. എന്നാൽ അതൊന്നും അത്ര കാര്യമായി അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകില്ല. അതേപോലെ കൊലപാതകങ്ങളും പണ്ട് തൊട്ടേ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ കൂടത്തായി കേസ് എടുത്താൽ ജോളി ആദ്യത്തെ കൊലപാതകം നടത്തിയത് 2002 അതായത് ഇപ്പൊ 23 വർഷം കഴിഞ്ഞു. പിന്നെ പണ്ടൊക്കെ നടന്ന മിക്ക കൊലപാതക കേസുകളും അങ്ങനെ വാർത്താ ശ്രദ്ധ നേടിയിട്ടുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ പലതും ആ ഒരു ഗ്രാമത്തിനപ്പുറത്തേക്ക് വാർത്തയായിട്ട് എത്തിയിട്ട് പോലും ഉണ്ടാകണമെന്നില്ല. ഇത്രയും പറയാനുള്ളതിന്റെ കാരണം ഇപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് ബയാസ്, അതായത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടൊക്കെ വയലൻസ് നിറഞ്ഞ സംഭവങ്ങൾ കൂടുതലായി സംഭവിക്കുന്നുണ്ട് എന്നൊരു പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട്. റിപ്പോർട്ടിങ്ങിലുള്ള ഈ ബയാസ് മാറ്റി നിർത്തിയാൽ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ, ഇതൊക്കെ ഏത് ഏജ് ഗ്രൂപ്പാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് എന്നതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് തെരഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പൊ ആ ഒരു കണക്കില്ലാതെ ടീനേജേഴ്സ് ആൻഡ് യൂത്ത് ആണ് ഇതൊക്കെ കൂടുതൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇതിന്റെയൊക്കെ അർത്ഥം ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെ നമ്മൾ ഗൗനിക്കാതെ വിടണമെന്നല്ല. തീർച്ചയായും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. അപ്പൊ എന്തായിരിക്കും ടീനേജേഴ്സും യൂത്തും ഒക്കെ ഇങ്ങനെ വയലന്റായി പെരുമാറുന്നതിനുള്ള പ്രധാന കാരണം? സിനിമകളിലെയും വീഡിയോ ഗെയിംസിലെയും ഒക്കെ വയലൻസ് നമ്മുടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് കൂടുതൽ വായിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത് സ്വാധീനിക്കുമെന്ന് പറയുന്ന പഠനങ്ങളുമുണ്ട്, ഇല്ല എന്ന് പറയുന്ന പഠനങ്ങളുമുണ്ട് എന്നാണ്. സ്വാധീനിക്കുമെന്ന നിഗമനത്തിലെത്തിയ പഠനങ്ങളുടെ ഒരു സമ്മറി ഇതാണ്: മീഡിയയിലെ വയലൻസ് ഫിസിക്കൽ അഗ്രഷന് കാരണമാകും. എന്നാൽ മറ്റ് റിസ്ക് ഫാക്ടേഴ്സിന്റെ അഭാവത്തിൽ മീഡിയയിലെ വയലൻസ് കുറെ കാണുന്ന ഒരാൾ പെട്ടെന്ന് വയലന്റായി മാറി മറ്റുള്ളവരെ കൊന്നു തള്ളുന്ന ഒരു കൊലയാളിയായി മാറില്ല. ഇനി സിനിമയിലെ വയലൻസ് ആളുകളെ സ്വാധീനിക്കില്ല എന്ന നിഗമനത്തിലെത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 20ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ സിനിമകളിലെ വയലൻസ് കൂടിയതിനനുസരിച്ച് കൊലപാതകങ്ങൾ കുറഞ്ഞതായാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നതെന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. അതേപോലെ യൂത്ത് വീഡിയോ ഗെയിം കളിക്കുന്നത് കൂടിയതിനനുസരിച്ച് യൂത്തിന്റെ വയലൻസ് കുറഞ്ഞതായാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നതെന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. കേരളത്തിലും ഈ രണ്ട് സൈഡിലും നിന്ന് വാദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സൈക്യാട്രിസ്റ്റായ ഡോക്ടർ തോമസ് മത്തായിയോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ ഇവിടെ പറയാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് പഠിച്ച് ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്തുക എന്നത് അത്ര ഈസി ആയ ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് ഈ അടുത്തിറങ്ങിയ മാർക്കോ എന്ന സിനിമ കണ്ടവരെ അതെങ്ങനെ സ്വാധീനിച്ചു? അവരെ അത് കൂടുതൽ അഗ്രസീവ് ആക്കിയോ? ഇനി ആക്കിയാൽ തന്നെ അത് കുറച്ചു നേരത്തേക്കുള്ള ഒരു ഹാംലെസ് ആയ മിമിക്കിംഗ് എന്നതിലുപരി ഒരു ലോങ് ടേം ചേഞ്ച് ഉണ്ടാക്കിയോ? ഇതൊക്കെ ബയാസ് ഇല്ലാതെ കൺട്രോൾഡ് ആയിട്ടുള്ള സെറ്റപ്പിൽ അല്ലാതെ പഠിക്കുക അത്ര ഈസി അല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വയലൻസ് ഇന്നത്തെ സിനിമകളിൽ പെട്ടെന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല. നമ്മുടെ പുരാണങ്ങളും പഴയ കഥകളും സിനിമകളും ഒക്കെ എടുത്താൽ വയലൻസ് നന്നായുണ്ട്. ഉദാഹരണത്തിന് മിക്ക പഴയ സിനിമകളിലും നായകന്റെ ഇൻട്രോ തന്നെ നായകന്റെ ഹീറോയിക്കായ വയലൻസ് കാണിച്ചുകൊണ്ടായിരിക്കും. മറ്റൊന്ന്, പണ്ടത്തെ സിനിമകളിലെ സ്ഥിരം ചേരുവയായിരുന്നു റേപ്പ്. ഇപ്പോഴത്തെ സിനിമകളിലാണ് അതങ്ങനെ ഇല്ലാത്തത്. വേറൊരു സംഭവം, ഒരു സിമ്പിൾ ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ സൗത്ത് കൊറിയ വേഴ്സസ് നോർത്ത് കൊറിയ എടുത്താൽ സൗത്ത് കൊറിയയിലായിരിക്കും കൂടുതൽ വയലൻസ് ഉള്ള സിനിമകൾ, വയലൻസ് ഉള്ള വീഡിയോ ഗെയിംസ് ഒക്കെ ഉള്ളത്. എന്നാൽ വയലൻസ് കൂടുതൽ നടക്കുന്നത് നോർത്ത് കൊറിയയിലായിരിക്കും. ഈ ഉദാഹരണം ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ യഥാർത്ഥ കാരണങ്ങളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ മാറിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അതായത് നോർത്ത് കൊറിയയിലെ ഡിക്റ്റേറ്റർഷിപ്പ്, ആ രാജ്യത്തിലെ മറ്റു പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അവിടെ വയലൻസ് കൂടാനുള്ള കാരണം. ഇനി നോർത്ത് കൊറിയയിൽ വയലൻസ് കാണിക്കുന്ന സിനിമകളുണ്ട് എന്ന് കരുതുക. ആ രാജ്യത്ത് നടക്കുന്ന വയലൻസിന്റെ കാരണമായി ആ സിനിമകളെ പഴിചാരിയാൽ അതെങ്ങനെയിരിക്കും? അതുപോലൊരു സംഭവമാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സിനിമകളിലെ വയലൻസിനെ പഴിചാരുന്നതിലൂടെ നടക്കുന്നത് എന്നൊരു കൺസേൺ ആണ് ഡോക്ടർ തോമസ് മത്തായി പ്രകടിപ്പിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വയലൻസിന്റെ യഥാർത്ഥ കാരണങ്ങൾ വളരെ സുലഭമായി ടീനേജ് പിള്ളേർക്കടക്കം സിന്തറ്റിക് ഡ്രഗ്സ് ലഭിക്കുന്ന ഒരു അവസ്ഥ. ഈ ഡ്രഗ് നെറ്റ്വർക്കിലെ അവസാനത്തെ കണ്ണികളായ, അതായത് അഡിക്റ്റായി ഡ്രഗ്സ് കിട്ടാൻ വേണ്ടി അത് വിൽക്കുന്ന ആളുകളെ, സ്റ്റുഡൻസിനെയൊക്കെ മാത്രം പോലീസ് പിടിക്കുക. എന്നാൽ അതിന്റെ പുറകിലെ വമ്പന്മാരെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ അതിന് മെനക്കെടാത്ത സ്റ്റേറ്റ്. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സാമ്പത്തിക അസമത്വം, ഇതൊക്കെ കാരണം മോശം ചുറ്റുപാടിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ റിയൽ ലൈഫ് വയലൻസ് വല്ലാതെ കണ്ടു വളർന്നതുകൊണ്ട് വയലൻസിനെ പുൽകുന്ന യൂത്ത്. ആ അസമത്വങ്ങളെ
പ്രശ്നങ്ങളെ സ്റ്റേറ്റിന് അഡ്രസ് ചെയ്യാൻ പറ്റാത്തത്, റൂട്ട് കോസ് കണ്ടെത്തി അത് മാറ്റാൻ കഴിയാത്തത്, പേരന്റിംഗിലെ പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മൾ സിനിമകളെ പഴിചാരുന്നതിന് മുമ്പ് അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിലെ ഇന്ന് കൂടി വരുന്ന ഡ്രഗ്സിന്റെ ഇഷ്യൂ നമ്മുടെ സ്റ്റേറ്റും സമൂഹവും കാര്യമായി പരിഗണിച്ചില്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ദയനീയമായിരിക്കുമെന്നതിൽ സംശയമില്ല. ഇനി സിനിമ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് എന്റെ പേഴ്സണലായ ഒപ്പീനിയൻ പറയാം. തെറ്റായ ചില കാര്യങ്ങൾ, എന്നാൽ നമ്മുടെ സമൂഹം വളരെ നോർമലായി കാണുന്ന, ചിലപ്പോഴൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുമ്പ് വരെ ഹസ്ബൻഡ് വൈഫിനെ തല്ലുന്നത് വളരെ നോർമലായി കണ്ടിരുന്ന, ചിലപ്പോഴൊക്കെ അത് ആവശ്യമാണെന്ന് എല്ലാവരും ധരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. സിനിമകളിൽ അത് അതേപോലെ നോർമലായി അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്ത് ഹീറോയിക് ആയി കാണിക്കുമ്പോൾ അത് കുറെ ആളുകളെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് തെറ്റാണെങ്കിലും സമൂഹം ഒന്നാകെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. സിനിമ അതിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ആളുകൾ വീണ്ടും അത് ശരി തന്നെയാണെന്ന് ചിന്തിക്കാൻ കാരണമാകും. എന്നാൽ സമൂഹം ഒട്ടാകെ തെറ്റാണെന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് മറ്റൊരാളെ തല്ലുക, കൊല്ലുക, പീഡിപ്പിക്കുക, പോലീസിനെ മാസായി തല്ലുക, ഇതൊക്കെ വലിയ തെറ്റാണെന്ന് സമൂഹം അംഗീകരിച്ചിട്ടുള്ള, ചെയ്ത് പിടിക്കപ്പെട്ട ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം സിനിമയിൽ കണ്ടതുകൊണ്ട് ഒരാൾ റിയൽ ലൈഫിൽ പകർത്താൻ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെന്തോ വലിയൊരു പ്രശ്നം ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സിനിമയിൽ നായകൻ ഒരാളെ കൊന്നിട്ട് മാസായി നടക്കുന്നത് കണ്ട് റിയൽ ലൈഫിൽ ഒരാളെ കൊന്ന് മാസായി നടന്നാൽ പണി കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അത് സിനിമയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ചില സിനിമകൾ കാണുമ്പോൾ മേക്കേഴ്സിന് ക്രിയേറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് വയലൻസ് അനാവശ്യമായി കുത്തിക്കയറ്റി സിനിമ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തായാലും മേക്കേഴ്സിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനെ നമുക്ക് വിമർശിക്കാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ സ്റ്റേറ്റിന് കഴിയാത്തത് കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന രീതിയിലുള്ള പോക്കിനോട് യോജിപ്പില്ല. അപ്പൊ എന്താണ് ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ വയലൻസിന്റെ കാരണമായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.